ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ തമിഴ്നാട്ടിൽ അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധങ്ങൾ കുറേ കൂടി ശക്തമാണ് എന്നുള്ളതാണ്. കരിങ്കൊടി പ്രതിഷേധം ഇന്ന് തമിഴ്നാട്ടിൽ കാണാനായി. DMK-യും അതുപോലെ തന്നെ CPI-എമ്മുമാണ് കരിങ്കൊടി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നത്. വീടുകളിലും പൊതുയിടങ്ങളിലുമൊക്കെ കരിങ്കൊടി ഉയർത്തിയാണ് തമിഴകമാകെ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ തമിഴ്നാട് മുഴുവൻ തെരുവിലിറങ്ങും എന്നാണ് MK സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ രാജ്കുമാർ അവിടെ നിന്ന് ചേരുകയാണ്. ചെങ്കോട്ടയിൽ നിന്ന് രാവിലെ അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ ശക്തമായ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ബുള്ളറ്റിലൊക്കെ രാജ്കുമാർ അവിടെ നിന്ന് തത്സമയം ആ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാജ്കുമാർ, എന്താണ് തമിഴ്നാടിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ? ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്? ജില്ലാ തലങ്ങളിലും മണ്ഡല തലങ്ങളിലും ഒക്കെ ഇപ്പോൾ DMK-യുടെ നേതൃത്വത്തിൽ, അതുപോലെ DMK-യുടെ മുന്നണിയിലുള്ള കക്ഷികളും എല്ലാവരും അതിനകത്ത് അണിചേർന്നുകൊണ്ടുള്ള ഒരു നമ്മള് തീവാറും പ്രതിഷേധം എന്ന് പറയാവുന്ന വിധത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇന്നിപ്പോ അല്പം മുമ്പ് തെങ്കാശിയിൽ നടന്ന പ്രതിഷേധം അതിന്റെ ജില്ലാ സെക്രട്ടറി ജയപാലനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇതിന്റെ ബില്ല് കത്തിക്കാനായി നീക്കം നടത്തിയപ്പോൾ പോലീസിന്റെ വൻ സംഘം അത് തടയാൻ ശ്രമിച്ചു. ഇവർ ഒരു ബില്ല് കത്തിക്കുമ്പോൾ അവര് വെള്ളവും മറ്റ് രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് അതിനെ തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ചിന്നിച്ചിതറി പല സ്ഥലങ്ങളിലും അതിന്റെ പ്രതിഷേധം ആളിക്കത്തിച്ചുകൊണ്ട് കരട് ബില്ല് അവർ കത്തിക്കുക തന്നെ ചെയ്തു. പ്രഖ്യാപിച്ച സമരം അതേപോലെ തന്നെ അവർ നടത്തി. അതിന്റെ എന്നിട്ട് പറഞ്ഞ പോലെ തന്നെ ഒരു മുന്നറിയിപ്പാണ്, ഇത് ഞങ്ങളെ തെരുവിലിറങ്ങി അതിനു മുമ്പ് ഏതെല്ലാം സമരങ്ങൾ ഞങ്ങൾ നടത്തി വിജയിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഇതും വിജയിപ്പിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നരേന്ദ്രമോദി സർക്കാർ നൽകിക്കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം തുടരുന്നത്. ശരി രാജ്കുമാർ, തെങ്കാശിയിൽ മാത്രമല്ല തമിഴ്നാട്ടിലാകെ ശക്തമായ പ്രതിഷേധം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. തെങ്കാശിയിൽ നിന്ന് രാജ്കുമാർ ലൈവ് തത്സമയ വിവരങ്ങൾ നൽകി എന്നത് മാത്രമേ ഉള്ളൂ. തമിഴ്നാട്ടിലാകെ അതിശക്തമായ പ്രതിഷേധമാണ് നടന്നു വരുന്നത്.